ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഹരിയും നിത്യയും. അവരെ രക്ഷിക്കാൻ എത്തിയിരിക്കുകയാണ് ജീവനും സുജാതയും ശരവണനും എല്ലാവരും കൂടി. പോലീസിനോട് അവർ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചതാണ്, ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്യില്ല എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ അവരോട് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് പോലീസ്. എന്നിട്ട് എസ് ഐ അവിടേക്ക് വന്നിട്ട് പറയുന്നു, നിങ്ങൾ വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വന്നതുകൊണ്ടും അത്രയും ആ എസ് ഐ പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇവർ വിവാഹം കഴിച്ചതിനുള്ള തെളിവ് എന്താണെന്ന്. തെളിവുണ്ട് എന്ന് ജീവൻ പറയുമ്പോൾ തെളിവ് ഞാൻ ഹാജരാക്കാൻ എന്നും പറയുമ്പോൾ എന്താണ് തെളിവെന്ന് എസ് ഐ ചോദിക്കുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. സുജാത പറയുന്നു, സർ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചതാണ്. അവിടെ ഒരു സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ തന്നെ പോലീസിന് വീണ്ടും സംശയം തോന്നുന്നുണ്ട്. ആദ്യം നിങ്ങൾ വിവാഹം കഴിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ് വേണം, എത്ര ദിവസം വേണമെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിച്ചു. തൽക്കാലം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഇവരെ, പക്ഷേ ഇവർ വിവാഹിതരാണ് എന്നും കാലങ്ങളായിട്ട് ഇവര് ഭാര്യാഭർത്താക്കന്മാരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൊണ്ടുവരണം. 1 മാസമാണ് ഞാൻ അതിന് കാലാവധി തരുന്നത്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു കേസ് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറയുന്നുണ്ട്. പിന്നെ രക്ഷപ്പെടുത്താൻ കുറച്ച് പാടുപെടും, പ്രൂഫ് കൊണ്ടുവരാമെന്ന് സുജാത പറയുന്നു. അങ്ങനെ അവരെ അവിടെ വിട്ടയക്കുകയാണ് പോലീസ്. കരഞ്ഞുകൊണ്ട് നിത്യ അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും പോകുന്നുണ്ട്. നിത്യയും ഹരിയും വളരെ മോശമായി പറഞ്ഞ ആ ഒരു കോൺസ്റ്റബിളിനെ താങ്ക് യു സർ എന്ന് പറഞ്ഞ് ജീവൻ എല്ലാവരും പോയതിനു ശേഷം ചിരിച്ചുകൊണ്ട് കൈകൂപ്പി ഒരു താങ്ക്സ് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അവിടെ നിന്നും നിത്യ വല്ലാതെ കരയുന്നു. കരയേണ്ട നിത്യയെ, പ്രൂഫ് അവരുടെ കയ്യിൽ എത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ ജീവൻ പറയുന്നുണ്ട് നിത്യയോട്. ഹരിസാറിനോട് പോകാൻ പറയുന്നുണ്ട്. നിത്യയും പോകുന്നു. സുജാതയും ശരവണനും അവിടെ നിന്ന് പോയി. എല്ലാവരും പോയതിനു ശേഷം ജീവൻ വിചാരിക്കുന്നു, അപ്പോൾ വിവാഹം നടന്നതിന് തെളിവില്ല, സംഗതി കൊള്ളാലോ, അമ്മ കുറച്ച് പാടുപെടും. ആ സമയത്താണ് ആ കോൺസ്റ്റബിൾ അവിടേക്ക് വന്നത്. ജീവനെ ഒന്ന് ഇടിക്കുന്നു, ഒരു സോറിയും പറയുന്നു. ജീവൻ നേരത്തെ തന്നെ അയാളെ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഈ സമയം ടെൻഷനോടെ നിൽക്കുകയാണ് വീണ. വീണയുടെ ഫോണിലേക്ക് ആ ജിത്ത് വിളിക്കുന്നുണ്ട്. അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയെന്ന് പറയുന്നു. കോടതിയിലേക്കാണോ കൊണ്ടുപോയതെന്ന് വീണ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു പോലീസുകാരെ അവരെ വെറുതെ വിട്ടു. അതെങ്ങനെയെന്ന് വീണ ചോദിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് പോയില്ല, അവിടെ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാലൊന്നും കുഴപ്പമില്ല. അതിന്റെ പേരിൽ കോടതിയിൽ കൊണ്ടുപോയാലും പോലീസ് തന്നെയാ പെട്ടുപോകുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാമെന്നൊക്കെ ജിത്ത് പറയുന്നു. അങ്ങനെ വീണ ഫോൺ വെച്ചു. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് വീണ. അമ്മാവൻ വളരെ ടെൻഷനോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അവരെ വരുന്നോ എന്ന്. എല്ലാവരും അവിടേക്ക് വരികയും ചെയ്തു. എന്താ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ എന്താവാൻ, ഞങ്ങളെ പോലീസുകാർ വെറുതെ വിട്ടു. എന്തായാലും അമ്മാവനായിട്ട് ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് വലിയ കാര്യമായി പോയി. അദ്ദേഹത്തിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. വല്ലാത്ത സങ്കടത്തോടെ തന്നെ അമ്മാവൻ നിത്യയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അമ്മാവനോട് ക്ഷമിക്ക്, നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു കാര്യമാണെന്ന് കരുതിയാ ചെയ്തു പോയത്. ഇതിങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, ക്ഷമിക്കുന്നൊക്കെ അമ്മാവൻ. ജീവൻ പറയുന്നു, അമ്മാവ, ഈ പോലീസുകാർ പൊതുവെ കുഴപ്പക്കാരാണല്ലോ. അവർക്ക് സത്യം മനസ്സിലാകണമെങ്കിൽ അവർ തെളിവ് ചോദിക്കും. ഹരി നിത്യ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. അതിന് നമ്മുടെ കയ്യിലും കൃത്യമായി തെളിവൊന്നുമില്ലല്ലോ. 1 മാസത്തിനുള്ളിൽ പ്രൂഫ് കാണിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹരി പറയുന്നു, ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇതുപോലുള്ള സമ്മാന പദ്ധതികളൊക്കെ വരുമ്പോൾ അവിടെ ചെന്ന് പേരെഴുതി ഇടരുത്. അതിൽ കുറച്ചുള്ള സ്നേഹം മതി ഞങ്ങളോട്, മനസ്സിലായോ എന്നൊക്കെ ദേഷ്യത്തോടെ ഹരി പറയുന്നു. സുജാത എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അമ്മയും ശരവണനും ഇപ്പോൾ വരും എന്ന് നിത്യ പറയുന്നു. അമ്മാവനാണെങ്കിൽ ആകെ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ പോലെ. അമ്മാവനും ഹരിയും അകത്തേക്ക് പോയപ്പോൾ ജീവൻ നിത്യയോട് സംസാരിക്കുന്നു. ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, ചുറ്റും ഞങ്ങളൊക്കെ ഇല്ലേ, താൻ ചെല്ല് എന്ന് പറയുന്നുണ്ട്. നിത്യ ജീവനെ ഇങ്ങനെ നോക്കുന്നു. വിഷമത്തോടെ നോക്കുകയാണ് നിത്യ ജീവനെ. ശേഷം കാണിക്കുന്നത് അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി കരയുകയാണ് നിത്യ. അച്ഛൻ്റെ മോൾ അനുഭവിക്കുന്ന ഗതികേട് അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഇപ്പോൾ അച്ഛൻ്റെ മോളൊരു കള്ളിയാണ്. കള്ളത്തരങ്ങൾ മുഴുവനും പറഞ്ഞ കള്ളങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്ന ഒരു പെരുങ്കള്ളി. എനിക്ക് മടുത്തു വെച്ച ഒരു നിമിഷം പോലും സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ചുറ്റുമുള്ള ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും അവർ തയ്യാറാണ്. അച്ഛൻ എനിക്കൊരു വഴി കാണിച്ചതാ, ഒരു മാർഗം പറഞ്ഞതാ, എന്നെക്കൊണ്ട് ഒന്നിനും ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിത്യ ആ ഫോട്ടോയിൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ സുജാത അവിടേക്ക് വന്നു. ആ ഫോട്ടോയിലേക്ക് നോക്കി സുജാത പറയുന്നു, ഒരു സങ്കടം ഉണ്ടാക്കില്ല എന്ന് മോളുടെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാണ്. പക്ഷേ ഞാൻ തോറ്റുപോയല്ലോ സദാനന്ദേട്ടാ. എൻ്റെ ശ്വാസം ഇത്തിരിയുണ്ട് ബാക്കി, അത് സദാനന്ദൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ സുജാത പറയുമ്പോൾ സുജാതയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങിച്ച് മാറ്റി വെച്ചിട്ട് സുജാതയോട് നിത്യ സംസാരിക്കുന്നുണ്ട്. പോലീസുകാർ ചോദിച്ച തെളിവുണ്ടാക്കണ്ടേ അമ്മേ?
അതിന് എന്ത് മാർഗം അമ്മ കണ്ടിരിക്കുന്നത്? വീണ്ടും കള്ളം പറയാനാണോ? സ്റ്റേഷനിൽ വെച്ച് ജീവന്റെ പെരുമാറ്റം അമ്മ ശ്രദ്ധിച്ചായിരുന്നോ? എന്നെക്കുറിച്ച് ഒരു മോശം വാക്ക് ആ പോലീസുകാരൻ പറഞ്ഞപ്പോൾ ജീവൻ പ്രതികരിച്ചത് കണ്ടോ? ഹരിയുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് കണ്ട് സഹിക്കുന്നു. ഹരിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു പരാതിയുമില്ലാതെ കൂടെ വരുന്നു. വഴിവെക്കൽ എനിക്കും ഹരിക്കും ചായ വാങ്ങിത്തരുന്നു. ഇതിലെവിടെയാണമ്മ എനിക്ക് ജീവന്റെ ഭാഗത്ത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ജീവനെ വെറുക്കേണ്ടത്? അമ്മ ഹരിയോടും അമ്മാവനോട് സംസാരിക്കണം. ഈ വീട്ടിൽ നിന്ന് എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ജീവന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അമ്മ പേടിക്കുന്ന കാര്യം എന്തായാലും എനിക്കതിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കള്ളത്തരം കാണിച്ച് മടുത്തമ്മേ. നമുക്ക് സത്യസന്ധമായിട്ട് ജീവിക്കണ്ടേ? സുജാത പറയുന്നു, ഞാൻ എത്ര പറഞ്ഞു തന്നിട്ടും നിനക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇനി എന്താ ഞാൻ തരേണ്ടത്? ജീവനെ നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടിയാണ് അമ്മ ആഗ്രഹിക്കുന്നത് എന്നോ? ഒരിക്കലുമല്ല. കാലങ്ങൾക്ക് ശേഷമുള്ള ഓർമ്മയില്ലായ്മയിൽ നിന്നും അവൻ ഓർമ്മയിലേക്ക് തിരിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പ്രതീക്ഷകളോടെ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. തിരിച്ചു വരുന്നവൻ പാവമായിരിക്കണേ എന്ന്, അവന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവണേ എന്ന്. പക്ഷേ അമ്മ കണ്ടത് അതൊന്നുമല്ല. പഴയ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മൂർച്ച കൂടിയ ഒരാളാണ്. മോളെ, ഞാൻ നിഷേധിക്കുന്നത് എൻ്റെ മകനെയാണ്. ഒരമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടാവണം എന്നറിയോ? ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പുണ്ട്, ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത് മോളുടെ നന്മയിലായിരിക്കും. അങ്ങനെ അവസാനിക്കണം. ഇല്ലെങ്കിൽ ഈ അമ്മ കഷ്ടപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വേറൊന്നും ചിന്തിച്ചു കൂട്ടരുത്. എല്ലാം നമ്മൾ നേരിട്ടേ പറ്റൂ. എല്ലാം ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് സഹിക്കുന്നത് എന്ന് കരുതി മോളെല്ലാം ക്ഷമിക്ക്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിത്യയെ സമാധാനിപ്പിക്കുകയാണ് സുജാത. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ മക്കളെക്കാൾ സ്നേഹം ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്നെ അമ്മ സുരക്ഷിതയാക്കിയിരിക്കും. എൻ്റെ ജീവിതം അതിനുവേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രം എനിക്ക് സുജാത പറയുമ്പോൾ നിത്യ സങ്കടത്തോടെ ഇരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.